Mm. Sorry, to the ഇപ്പിക്കേക്കാണ്. ഇപ്പിക്കേക്കാണ്. ഓക്കെ, ഇപ്പിക്കേക്ക് തന്നെയാണ് കേട്ടോ കാലിക്കാർബൽ. Dropsy post scarlatinal, dropsy in bright diseases with the suppression of urine of internal or external part with the fainting when there are organic affections of heart. digitalis. Digitalis ആണ്. യൂട്രൈൻ റീജിയനിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ സെൻ Convalerian. കോൺവലേറിയം. പ്രോബ്ലംസ് ഇൻ ദ യൂട്രൈൻ റീജിയൻ ഉണ്ടെങ്കിൽ കൺവലേറിയ അതിനോട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് റെസ്റ്റ്ലെസ് എക്സ്ട്രീം ആൻഡ് പ്രോസ്ട്രക്റ്റഡ് സഫറിംഗ് ഫ്രം ലോസ് ഓഫ് സ്ലീപ്പ്. കോഫി. Yeah. കോഫി അല്ല, ലാക് ഡിഫ്ലറേറ്റ് ആണ്. അതിന്റെ ബ്രാക്കറ്റിൽ കോക്കുലസ് കൊടുത്തിട്ടുണ്ട്, നൈട്രിക് ആസിഡ് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് റെസ്റ്റ്ലെസ് എക്സ്ട്രീം പ്രോസ്ട്രേറ്റഡ് സഫറിംഗ് ഫ്രം ലോസ് ഓഫ് സ്ലീപ്പ്. ബാഡ് എഫക്ട് ഫ്രം ലോസ് ഓഫ് സ്ലീപ്പ്, മെന്റൽ എക്സൈറ്റ്മെന്റ്, നൈറ്റ് വാച്ചിങ് ഒക്കെ വരുന്നത് ഇതിലാണ്. Nitric acid. 1 hour ഓഫ് സ്ലീപ്പ് പോയി കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ഒക്കെ പറഞ്ഞിട്ട് പോപ്പുലസിലാണ് ഈ സംശയം ഉള്ളത്. After continuous loss of sleep, long-standing anxiety, overexertion of mind and body from nursing the sick. നൈട്രിക് ആസിഡ്. ഇതാണ് നൈട്രിക് ആസിഡിലെ സിംറ്റം. പക്ഷേ ആക്ച്വലി ബ്രാക്കറ്റിൽ കോക്കുലസും ഉണ്ട് കേട്ടോ നൈട്രിക് ആസിഡിൽ. ബട്ട് കോക്കുലസിൽ നൈട്രിക് ആസിഡ് കൊടുത്തിട്ടില്ല. അതായത് 1 hour സ്ലീപ്പ് പോയി കഴിഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് പോകുന്ന ആൾ കോക്കുലസ് ആണ്. നൈട്രിക് ആസിഡിൽ ഒരാൾ നമ്മൾ എന്താ പറയുക, ബോഡിയും മൈൻഡൊക്കെ ഭയങ്കര എക്സേർഷൻ, നഴ്സിംഗ് ദ സിക്ക് എന്ന് കൊടുത്തിട്ടില്ല നൈട്രിക് ആസിഡ്. ക്രൈ, സ്ക്രീം, ഹൗൾ ആൻഡ് ഇസ് ഹാർഡ് ടു പ്ലേസ്. ചിൽഡ്രൻസിന്റെ കേസിൽ ഹാർഡ് ടു പ്ലേസ് എപ്പിസിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പിക്കാക്കാണ് ഇത്. ക്രൈ, സ്ക്രീം, ഹൗൾ ആൻഡ് ഇസ് ഹാർഡ് ടു പ്ലേസ് ചിൽഡ്രൻസിൽ ഇപ്പിക്കാക്ക് എന്നൊരു സിംറ്റം കൊടുത്തിട്ടുണ്ട് അതിൽ. ലേബർ പെയിൻ ഈസ് ഇൻസഫിഷ്യൻറ്റ് വയലന്റ്, ബാക്ക് ഏക്ക് ഉണ്ട്, വാണ്ട് ടു ബാക്ക് ബ്രസ്റ്റ്. കാലിക്കാർബാണ് ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ വരുന്നത്, ബാക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, fatal syncope may occur when being raised to upright position. ഡിജിറ്റാലിസ് ആണ്, നമ്മൾ കാർഡിയാക്ക് ഇൻവോൾവ്മെന്റ് വരുന്നോണ്ടാണ് അത് എണീക്കുമ്പോൾ സിങ്കോപ്പ് വരുന്നത്, ഡിജിറ്റാലിസ്. ഓക്കെ, ഫേറ്റൽ സിങ്കോപ്പ് എന്നാണ് പറയുന്നത് ഡിജിറ്റാലിസ്. ഫീമർ ആസ് ഡിസ്ലൊക്കേറ്റഡ് ഓൺ സിറ്റിംഗ് ഡൗൺ. ഒരു റയർ സിംറ്റം അല്ലേ, ഇപ്പിക്കാക്കിലാണ് കേട്ടോ. ഫീമർ ആസ് ഡിസ്ലൊക്കേറ്റഡ് ഓൺ സിറ്റിംഗ് ഡൗൺ, ഇപ്പിക്കാക്ക്. ഫീമർ ആസ് ഡിസ്ലൊക്കേറ്റഡ് ഓൺ സിറ്റിംഗ് ഡൗൺ, ഇപ്പിക്കാക്ക്. Feels completely exhausted whether she does anything or not. Great fatigue when walking. ലാക് ഡിഫ്ലറേറ്റഡ്. Lack deflorate ആണ്. Feels completely exhausted whether she does anything or not. Great fatigue when walking. Lack deflorate. Asthma relieved when sitting up or bending forward by rocking. Worse from 2 to 4 a.m. Calicarb. Yes, Calicarb. Asthma must bend head back and sit up. ഹെപ്പാർസൽ. Must bend head back and sit up എന്ന് പറഞ്ഞിട്ടുള്ളത് ഹെപ്പാസൽഫ് ആണ്. എംലറേഷൻ ബൈ റോക്കിംഗ്, സെപ്പിയ. Sepia. കാലിക്കാർബ് സെപ്പിയ. എംലറേഷൻ ബൈ മോഷൻ, ഡാൻസിങ് അല്ലേ സെപ്പിയയിലൊക്കെ പറഞ്ഞിട്ടുള്ള സിംറ്റംസ്. ഇത് കാലിക്കാർബാണ്. റോക്കിംഗ്, എംലറേഷൻ ലൈൻഡ് ഓൺ കീപ്പിംഗ് ആം സ്പ്രെഡ് അപ്പാർട്ട്. സോറിന. Surinam. Emulation lying on face, protruding tongue. മെഡോറിന. Medornum. Then aggravation bending forward. ആർസൽ. Spigelia. Emulation from motion. Lobelia and sepia. സുപ്പിയ. Can breathe only when standing. Cannabis sativa. Yes, cannabis sativa. Emulation knee elbow position. മെഡോറിന. Then emulation bending shoulder back. കാൽക്കേരിയ. Emulation shoulder elevated. Cactus.
Then amelioration lying on right side, antimony and tart. Aggravation lying with head low, ammonium ure. 𝗦𝗿𝗶𝗴 and spongia. Amelioration lying on back, cactus and calmia. Okay. Aggravation leaning forward, aggravation ആണ് സൊറൈനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് ആസ്മന്റെ കമ്പാരിസൺസ്. ജസ്റ്റ് എല്ലാം വായിച്ചു വിടാം. Asthma relieved when sitting up and bending forward or by rocking 2 to 4 am 𝗬𝗏. Then must bend head back and sit up 𝗬𝗏. Rocking 𝗬𝗏. Amelioration lying down, keeping arms spread apart 𝗬rina. Lying on face protruding 𝗦. Then aggravation bending forward 𝗫𝗍. Amelioration from motion 𝗻𝗶𝗈 and 𝗫𝗍. Can breathe only when standing 𝗻𝗶𝘀𝗶𝗏. Amelioration 𝗦𝗿𝗶𝗴. Then bending shoulder back 𝗫𝗍𝗂𝗃. Shoulder elevated cactus. Then amelioration lying on right side antimony and tart. Aggravation lying with head low, ammonium ure and spongia. Amelioration lying on back cactus and calmia. In aggravation lean backward, aggravation sorry. Backward sorry. Aggravation sitting, especially when sitting erect, digitalis. Person suffering from ulcerations of lung can scarcely get well without this antisoric. കാലിക്കാർബ്. ആരാ പറഞ്ഞത് ഇങ്ങനെ? Animal. കാലിക്കാർബിനെ പറ്റിയിട്ട്. Comes into play in all the diseases where the heart is primarily involved, where the pulse is weak, irregular, intermittent, abnormally slow, dropsy of external and internal part. Digitalis ആണ്. അടുത്തത് difficult swallowing, sticking pain in pharynx as of a fish bone. ബ്രാക്കറ്റിൽ കാലിക്കാർബ് ഹെപ്പാർ സൾഫ്യൂരിക് ആസിഡ്. കാലിക്കാർബും ഹെപ്പാസൾഫും നൈട്രിക് ആസിഡും ആണ്. Okay. Sensation of a splinter in affected parts, ulcer, piles, throat, ingrowing toenail, aggravation, slightest contact. നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിൽ കൊടുത്ത സിംറ്റമാണ്. സെൻസേഷൻ സ്പ്ലിന്റർ ഇൻ അഫക്റ്റഡ് പാർട്സ്, അത് അൾസർ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രിക് ആസിഡ്. അൾസർ പറഞ്ഞിട്ടില്ല, ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടത്. സെൻസേഷൻ ഓഫ് സ്പ്ലിന്റർ, ഫിഷ് ബോൺ, പ്ലഗ് ഇൻ ത്രോട്ട്, അതിന്റെ ബ്രാക്കറ്റിൽ അർജുനൻ നൈട്രിക് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്. ഓക്കെ. Sensation of splinter in throat when swallowing, arginine nitricum, dolichosa, heparin, nitric acid, silicea. Okay. Sensation of splinter in throat when swallowing. Throat pain in throat worsen swallowing below right angle of the jaw as if splinter were embedded vertically എന്ന് പറഞ്ഞിട്ട് dolichos. Okay. ഇത്രയും സിംറ്റങ്ങൾ ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഡിഫിക്കൽട്ടി ഇൻ swallowing, സ്റ്റിക്കിംഗ് പെയിൻ, ഫിഷ് ബോൺ പറഞ്ഞാൽ കാലിക്കാർബ്, ഹെപ്പാറുണ്ട്, നൈട്രിക് ആസിഡും ഉണ്ട്. പിന്നെ സ്പ്ലിൻഡർ, അൾസറും പൈൽസും ത്രോട്ടൊക്കെ പറഞ്ഞ നൈട്രിക് ആസിഡ്, സ്പ്ലിൻഡറും ഫിഷ് ബോണും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെപ്പാർ, ബ്രാക്കറ്റിൽ അർജുനൈട്രിക്കും നൈട്രിക് ആസിഡും. അതായത് ഹെപ്പാറും നൈട്രിക് ആസിഡും ഒരുവിധം എല്ലാ ഡ്രഗിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ സെൻസേഷൻ ഓഫ് സ്പ്ലിൻഡർ ഇൻ ത്രോട്ട് വെൻ swallowing, അർജുനൈട്രിക്കും, ഡോളിക്കോസ്, ഹെപ്പാറും, നൈട്രിക് ആസിഡ്, സൈലീഷ്യ. ത്രോട്ടിൽ സ്പ്ലിൻഡർ ഉണ്ട്, വെർട്ടിക്കലി നിന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോളിക്കോസ്. അടുത്തത് വീക്ക്നെസ് ആൻഡ് ഡയലറ്റേഷൻ ഓഫ് മയോകാർഡിയം. ഡിജിറ്റാലിസ് ആണ് ഡയലറ്റേഷൻ ഓഫ് മയോകാർഡിയം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഫേറ്റൽ സിങ്കോപ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ, ആഫ്റ്റർ പൊസിഷൻ ഡിജിറ്റാലിസ്, ഡയലറ്റേഷൻ ഓഫ് മയോകാർഡിയം. സെൻസേഷൻ ആസ് ഇഫ് കോൾഡ് എയർ വാസ് ബ്ലോയിങ് ഓൺ ഹെർ ഈവൻ വൈൽ കവേർഡ് അപ്പ് ആസ് ഇഫ് ഷീറ്റ് വെർ ഡാംപ്. ലാഗ് ഡിഫ്ലറേറ്റ് ആണ് കോൾഡ് എയർ ബ്ലോയിങ് ഓൺ ഹെർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഈസിലി ഗെറ്റ് ഇൻ ടു വിൻഡ്പൈപ്പ്, പെയിൻ ഇൻ ബാക്ക് വെൻ swallowing. കാലിക്കാർബ് ആണ്. Its great indication is in failure of compensation and especially when auricular fibrillation has set in. ഡിജിറ്റാലിസ് ആണ് കേട്ടോ ഫെയിലിയർ ഓഫ് കോമ്പൻസേഷൻ പറയുന്നത്, ഡിജിറ്റാലിസ്.
Constipation is too large, difficult with sticking, colicky pain, hour or 2 hour before. Constipation. ബിഫോർ ആണ് കേട്ടോ പറയുന്നത്. കാലിക്കാർബിലാണ്. കാലികാർബ്. സാധാരണ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ കഴിഞ്ഞതിന് ശേഷം വേദന ഒരുപാട് മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ട്. ബിഫോർ എന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാർബിലാണ്. സ്ലോ പൾസിൻ റിക്കമെൻഡ് പോസ്റ്റർ ബട്ട് ഇറഗുലർ ആൻഡ് ഡൈക്രോട്ടിക് ഓൺ സിറ്റിംഗ് അപ്പ്. നമുക്ക് പഠിക്കാനുള്ള മെഡിസിൻ ഡിജിറ്റാലിസ് തന്നെയാണ്. ബട്ട് അതർ കോമൺ ആയിട്ട് വരുമ്പോൾ മേ ബി ചിന്തിക്കണം കേട്ടോ. ഡൈക്രോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റാലിസിലാണ്. ഹാർട്ട് ടെൻഡൻസി ടു ഫാറ്റി ഡിജനറേഷൻ and phosphorus. The heart tendency to fatty degeneration, 𝗬 phosphorus. Auricular flutter, fibrillation, especially when subsequent to rheumatic fever ന് ശേഷം വരുന്ന ഫിബ്രിലേഷനും ഫ്ലറ്ററും ഡിജിറ്റാലിസ് തന്നെയാണ് കേട്ടോ. ഫെയിലിയർ ഓഫ് കോമ്പൻസേഷനും ഫേറ്റൽ സിൻകോപ്പും പിന്നെ ഫ്ലറ്ററും ഫിബ്രിലേഷനും ആഫ്റ്റർ RF. ഡിജിറ്റാലിസ്. ഹാർട്ട് ആസ് സസ്പെൻഡഡ് by a thread. ബ്രാക്കറ്റിൽ ലാക്ടസിസ് ഉണ്ട്. കാർഡിയാക് ഇറിറ്റബിലിറ്റി ആൻഡ് ഒക്കുലർ ട്രബിൾസ് ആഫ്റ്റർ ടൊബാക്കോ. ടൊബാക്കോന് ശേഷം കാർഡിയാക് ഇറിറ്റബിലിറ്റിയും ഒക്കുലർ ട്രബിൾസും വരുന്നത് ഡിജിറ്റാലിസ് ആണ്. കാർഡിയാക് ഇറിറ്റബിലിറ്റി, ഒക്കുലർ ട്രബിൾസ് ആഫ്റ്റർ ടൊബാക്കോ, ഡിജിറ്റാലിസ്. With soft pulse, coldness, general depression, and very characteristic stitches which may be felt in any part of the body or in connection with any affections. Digitalis. Stitching pain, കാലികാർബാണ് കേട്ടോ. With soft pulse, coldness, general depression, very characteristic stitches which may be felt in any part of the body or in connection with any affection. കാലികാർബാണ്. Jaundice from induration and hypertrophy of the liver frequently call for this remedy. Digitalis ആണ്. Jaundice from induration and hypertrophy of the liver. Okay, എല്ലാം കാർഡിയാക് ആണെന്ന് നിർബന്ധമില്ല. Never use this medicine when there is a fever. TFL പറഞ്ഞാണ്. കാലികാർബ് ആണ്. Never use കാലികാർബ് when there is a fever. Cardiac muscular failure when asystole is present. ഡിജിറ്റാലിസ് തന്നെയാണ് കേട്ടോ. കാർഡിയാക് മസ്കുലർ ഫെയിലിയർ കോമ്പൻസേഷൻ ഒക്കെ പറയുന്നത് ഡിജിറ്റാലിസിലാണ്. സെൻസിറ്റീവ് ടു എവറി അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്, ഇൻടോളറന്റ് ടു കോൾഡ് വെദർ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. കോൾഡ് വെദർ ഭയങ്കര ഇൻടോളറബിളും ആണ്. Stimulates the heart muscles, increases the force of systole, increases the length. Digitalis. Okay. One of the best remedy following labor miscarriages for consequence of debilitated state, early morning aggravation is very characteristic. One of the best remedy following labor miscarriages for consequent debilitated state, early morning aggravation is the characteristic of calicard. Every shock striking epigastrium. Digitalis ആണ്. Every shock striking epigastrium, digitalis. Pain from within out and of stinging character giving out sensation. Calicard ആണ്. Pain from within out and stinging character giving out sensation, calicard. Sharp shooting frontal pain extending into nose after drinking cold water or eating ice cream. ഫ്രണ്ടൽ പെയിൻ, തലവേദന വരുന്ന പോലെ തോന്നും തണുപ്പ് തിന്നു കഴിഞ്ഞാൽ, അങ്ങനത്തെ ഒരു സിംറ്റം പറഞ്ഞിട്ടുള്ളത് കാർഡിയാക് റെമഡിയാണ്. ഷാർപ്പ് ഷൂട്ടിംഗ് ഫ്രണ്ടൽ പെയിൻ എക്സ്റ്റെൻഡിങ് ഇൻ ടു നോസ് ആഫ്റ്റർ ഡ്രിങ്കിങ് കോൾഡ് വാട്ടർ ഓർ ഈറ്റിംഗ് ഐസ്ക്രീംസ്. ഡിജിറ്റാലിസ് നമ്മൾ ചിന്തിക്കില്ല, ബട്ട് ഓർത്ത് വെക്കണേ. ഇങ്ങനെ ഒരു സിംറ്റം പെയിൻ ഇൻ സ്മോൾ സ്പോട്ട് ഓൺ ലെഫ്റ്റ് സൈഡ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം കേസിൽ കാലിക്കാർബ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ വെരിഫൈ ചെയ്താണ്. ചേഞ്ചസ് ഇൻ അക്യൂട്ട്നെസ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ. ഏതാണ് മെഡിസിൻ? ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ. ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ
അല്ല, ഇത് ഇപ്പിക്കാക്ക് ഡിജിറ്റാലിസ് ആണ്. ഇപ്പിക്കാക്ക് ക്വസ്റ്റ്യൻസ് ഡിജിറ്റാലിസ് ആണ്. ഇത് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് MCQല്. ചേഞ്ചസ് ഇൻ അക്യൂട്ട്നെസ് ഓഫ് പെർസെപ്ഷൻ ഓഫ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ഓർ ഒബ്ജക്ട് അപ്പിയർ ഗ്രീൻ ആൻഡ് യെല്ലോ. ഏതൊരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് PSCയുടെ. കേരളയാണോ ഓർമ്മയില്ല, വേറെ ഏതോ സ്റ്റേറ്റിലാന്ന് തോന്നുന്നു. ഡിജിറ്റാലിസ്. ഓക്കെ. സെൻസേഷൻ ആസ് ഇഫ് ബെഡ് വെർ സിങ്കിങ്. വെള്ളത്തിന്റെ കളിയുള്ള മെഡിസിൻ ഞാൻ എന്ന് പറഞ്ഞ ഇതിലാണ്. കാലിക്കാർബ്. Sensation as if bed were sinking, calicarb. Neuralgic pain in stomach, unconnected with taking food. ലാക് ഡിഫ്ലോറേറ്റർ അല്ല, ഡിജിറ്റാലിസ് ആണ്. ന്യൂറാൾജിക് പെയിൻ ഇൻ സ്റ്റൊമക് അൺകണക്റ്റഡ് വിത്ത് ടേക്കിംഗ് ഫുഡ്, ഡിജിറ്റാലിസ്. ഹെഡേക്ക് ഫ്രം റൈഡിങ് ഇൻ കോൾഡ് വിൻഡ്. കോൾഡ് വെതർ ഒന്നും പറ്റാത്ത റെമഡി. കാലിക്കാർബ്. Headache from riding in cold wind, calicarb. Urine continued urging under drops, dark, hot, burning with a sharp, cutting, throbbing pain at neck of bladder. As if straw, ഇതാണ് എൻ്റെ മെയിൻ symptom, as if straw were being thrust back and forth. ഡിജിറ്റാലിസ്. അതെ, ഡിജിറ്റാലിസ് ആണ്. ഓക്കെ. യൂറിനറി സിംറ്റംസ്, അതായത് ആസ് ഇഫ് സ്ട്രോ വാസ് ബീങ് ത്രസ്റ്റ് ബാക്ക് ആൻഡ് ഫോർത്ത്. ആ സിംറ്റം വരുന്നത് ഡിജിറ്റാലിസ് മാത്രമേ ഉള്ളൂ. ഡിജിറ്റാലിസ് യൂറിനറിയിൽ. എക്സസീവ് ഫ്ലാറ്റുലൻസി, എവറിത്തിങ് ഷീ ഈറ്റ്സ് ഓർ ഡ്രിങ്ക് അപ്പിയേഴ്സ് ടു ബി കൺവേർട്ടഡ് ടു ഗ്യാസ്. കാലിക്കാർബ്. അയോഡോൺ കാലിക്കാർബ് ആണ്. Anti irritations from morning to night, as if every particle of food were turned into air. അയോഡം. ഇതിൽ ചെറിയ ഡിഫറൻസ് കൊടുത്തിട്ടുള്ളൂ. ഒന്നിൽ ഫ്ലാറ്റുലൻസി ആണ് പറഞ്ഞിട്ടുള്ളത്, ഒന്നിൽ ഇറക്ടേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, രണ്ട് എയറായി മാറുന്നതാണ്. എൻ്റെ പാസേജിന്റെ ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. രണ്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്, അയഡോണ്ട് കാലിക്കാർബോണ്ട്. ആക്ച്വലി കാലിക്കാർബിൽ എക്സസീവ് ഫ്ലാറ്റുലൻസിയും അയഡത്തിൽ എംറ്റി ഇറക്ടേഷനും ആണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ഫുഡ് എടുത്താൽ കൺവേർട്ടഡ് ടു ഗ്യാസ്, രണ്ടിലുണ്ട്. Irregular heart, especially in mitral diseases, very slow pulse. Digitalis ആണ്. Okay. Back leg swelling between upper eyelid and eyebrow. കാലിക്കാർബ്. Sensation in leg as if red hot wire suddenly darted through them. ഡിജിറ്റാലിസ്. Digitalis. Great aversion to being alone. Calicarb. ലൈക്കോപോഡിയ ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്, ആർസ് ഉണ്ട്. ബിസ്മത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മയുടെ കൈ പിടിക്കണോ സെന്റൻസ്. Decide to be alone. Ignition. Solitude is unbearable. Desire company. Child holds on to its mother's hand for company. ബിസ്മത്ത് ആണ്. അതിന് ബ്രാക്കറ്റിലെ കാലിക്കാർബ്, ലീലിയൻറ്റിക്കും ലൈക്കോ ഉണ്ട്. ഡ്രെഡ് ഓഫ് മെൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഓഫ് സോളിറ്റ്യൂഡ്, ഇറിറ്റബിൾ, മെലങ്കളി ഒക്കെ ഉള്ളത് ലൈക്കോ ആണ്. ഫിയർ ഓഫ് ബീങ് എലോൺ മാത്രം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരില്ല. ലൈക്കോ, ബിസ്മത്ത്, കാലിക്കാർബ്, ലീലിയൻറ്റിക്. ഗ്രേറ്റ് എവേർഷൻ ടു ബീങ് എലോൺ കാലിക്കാർബിലാണ്. എവേർഷൻ ടു ബീങ് എലോൺ പറഞ്ഞിട്ടുള്ളത് ആർസും ബിസ്മത്തും ലൈക്കോം കമ്പയർ ചെയ്തിട്ടുണ്ട്. Fear of being alone, insanity, fear of heart diseases, fear she is incurable, some impending calamity കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ലിലിയൻറ്റിക് ആണ് കേട്ടോ. കലാമിറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ലിലിയൻറ്റിക്കിലാണ്. ഫിയർ ഓഫ് ബീങ് അലോൺ, ഇൻസാനിറ്റി, ഹാർട്ട് ഡിസീസ്, ഫിയർ ഷീ ഈസ് ഇൻക്യൂറബിൾ, സം ഇംപെൻഡിങ് കലാമിറ്റി അല്ലെങ്കിൽ ഡിസീസസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ലിലിയൻറ്റിക്കിലാണ്. Drinking of dash by age is likely to increase the production of uric acid, causing irritation of kidney. Coffee. Yes, coffee. And drinking of coffee by the age like to increase the production of uric acid, causing irritation of kidney. Coffee. Start from sleep in alarm that. മാഡം, അത് യൂറിക് ആസിഡിന് കൊടുക്കാന്നാണോ പറയുന്നത്? അല്ല, കൂടുന്ന പറയുന്നത്. Start from sleep in alarm that he is falling from height.
വീന്ന് പോലെ തോന്നുന്നു. Cough. അതുപോലെ Cough. ഡിജിറ്റാലിസിലാണ് Digitalis. ഉള്ളത്. ഡിജിറ്റാലിസിലാണ്. Cannot bear to be touched. Start when touched, even so slightly, especially on feet. Calicarbo. അതിന്റെ വേറെ തരത്തിലുള്ള സിംറ്റം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. Stimulate the functional activities of all the organ, increasing nervous and vascular activity. Coffee. കോഫിയാണ്. Stimulation related ആയിട്ട് വരും. Pulse is slow in recommend posture, quick on motion, irregular and dichrotic on sitting up. Digital. ഡിജിറ്റാലിസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡൈക്രോട്ടിക് എന്നുള്ളത് വരുന്നത് ഡിജിറ്റാലിസിലാണ്. ഡിജിറ്റാലിസ് പെയിൻ, സ്റ്റിച്ചിങ്, ഡാർട്ടിങ്, വേഴ്സ് ഡ്യൂറിംഗ് റെസ്റ്റ്, ലൈങ് ഓൺ എഫക്റ്റഡ് സൈഡ്. Calicarbo. ഇതിൽ ബ്രയോണിനെ ഇത് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്, ഡാർട്ടിങ് ബെറ്റർ ഡ്യൂറിംഗ് റെസ്റ്റ് ആൻഡ് ലൈങ് ഓൺ പെയിൻഫുൾ സൈഡ്. Bryonia. ബ്രയോണ് നേരെ ഓപ്പോസിറ്റ് ആണ് കാലിക്കർ. സ്റ്റിച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ രണ്ടിലും ഉണ്ട്. Aggravation, sudden mental emotion, excessive joy, cold, open air, and narcotic medicine. Coffee. Okay, coffee. Slow pulse after sexual abuse and at puberty. Slow pulse. ഡിജിറ്റാലിസ് തന്നെയാണ് കേട്ടോ. സ്ലോ പൾസ് ആഫ്റ്റർ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ പ്യൂബർട്ടീൻ്റെ സമയത്ത് സ്ലോ പൾസ് ഉണ്ടെങ്കിൽ ഡിജിറ്റാലിസ് ആണ്. ആഫ്റ്റർ ലോസ് ഓഫ് ഫ്ലൂയിഡ് ഓർ വൈറ്റാലിറ്റി, പെർട്ടിക്കുലർലി അനീമിക് എന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാർബിലാണ്. ഓക്കെ, ആഫ്റ്റർ ലോസ് ഓഫ് ഫ്ലൂയിഡ്, വൈറ്റാലിറ്റി, പെർട്ടിക്കുലർലി അനീമിക് എന്ന് പറഞ്ഞിട്ടുള്ളത് കാലിക്കാർബിലാണ്. വേറെ മെഡിസിൻസ് ഉണ്ട്. സിങ്കോണ, ഫോസ്ഫറിക് ആസിഡ്, ഫോസ്ഫറസ്, സൊറൈന. ഓക്കെ, ക്വസ്റ്റ്യൻ വരില്ല. Toothache, intermittent jerking relieved by holding ice water in mouth but returns and getting warm. ഒരുപാട് മെഡിസിൻസ് ഇല്ലേ അതില്? Coffee. Yep. Bismuth. Pulsatilla. Bry. മെഡിസിൻസ് Sepia. ബൈ പൾസേറ്റില, കോസ്റ്റിക്കം, സെപ്പിയ, നാട്രസൾഫ്. ഓക്കെ, ടൂത്തേക്ക് ഇന്റർമീഡിയറ്റ്, അതായത് ഈ സിംറ്റം ഐസ് വാട്ടറിനെ കൊണ്ട് വരും, ഐ മീൻ കുറയും, ബട്ട് ചൂട് തട്ടിക്കഴിഞ്ഞാൽ കൂടുന്നുള്ളത്. Must talk about with recordal anxiety with urging to urinate. Cardiac medicine. ഡിജിറ്റാലിസ് ആണ്. urgent urination എന്നുള്ളൊരു സിംറ്റം കൂടി വരുന്നുണ്ട് ആങ്സൈറ്റി വരുമ്പോൾ ഡിജിറ്റാലിസ്. For diseases of old people, dropsy and paralysis. Calica. With dark hair, lax fibers, inclined to obesity, calica. അമോണികാർബും ഗ്രാഫൈറ്റിസും ബ്രാക്കറ്റിലുണ്ട്. ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും മേ ബി ഒരു ട്രിക്കി ആയിട്ട് ചോദിച്ചേക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ്. ഹേസ്റ്റി ഈറ്റിംഗ് ആൻഡ് ഹേസ്റ്റി ഡ്രിങ്കിങ്. Calica. Hepparson. കോഫിയ, ബെല്ല്, ഹെപ്പാർ. ഓക്കെ, കോഫിയ, ബെല്ല്, ഹെപ്പാർ, ഹേസ്റ്റി ഈറ്റിംഗ് ആൻഡ് ഹേസ്റ്റി ഡ്രിങ്കിങ്. ഹറീഡ് ആൻഡ് റാപ്പിഡ് ടോക്കിംഗ്. Hepparson. ഹെപ്പാസൾഫാൻറ്റ് അല്ല, മർക്കാണ് കേട്ടോ. ഹറീഡ് ആൻഡ് റാപ്പിഡ് ടോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മർക്കാണ്, മർക്യൂറിയസിലാണ്. ഓക്കെ, ഹെപ്പാർ ഹേസ്റ്റി ഈറ്റിംഗ് ആൻഡ് ഹേസ്റ്റി ഡ്രിങ്കിങ് തന്നെയാണ്. ഹെപ്പാറും കോഫിയും ബെല്ലും. ഹറീഡ് ആൻഡ് റാപ്പിഡ് ടോക്കിംഗ് മർക്കിന്റെ ബ്രാക്കറ്റിൽ ഹെപ്പാർ കൊടുത്തിട്ടുണ്ട്. ഇൽ എഫക്ട് ഓഫ് ഹൈ ലിവിംഗ്, സെക്ഷൽ അബ്യൂസസ്, എക്സസ് ആൻഡ് ആൽക്കഹോൾ. ഡിജിറ്റാലിസ് ആണ്. ഇൽ എഫക്ട് ഓഫ് ഹൈ ലിവിംഗ്, സെക്ഷൽ അബ്യൂസസ് അല്ലെങ്കിൽ സെക്ഷൽ എക്സസ് അല്ല ആൽക്കഹോൾ ഒക്കെ വരുന്നത് ഡിജിറ്റാലിസ്. ഇങ്ങനത്തെ സിംറ്റം ഉണ്ട് ഹൈ ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നോസ് ബ്ലീഡ് വെൻ വാഷിംഗ് ദ ഫേസ് ഇൻ ദ മോർണിംഗ്. Calica. ഒരു കാർബും കൂടി. കാലിക്കാർബ്, അമോണിയം കാർബ്, ആർണിക്ക. നോസ് ബ്ലീഡ് വെൻ വാഷിംഗ് ദ ഫേസ്. Ammonium carbon. അമോണിയം കാർബ്. ഒരു വേറൊരു കാർബ് ഉണ്ട്, മാക്കാർബ്, ആർണിക്ക. ഓക്കെ, അമോണിയം കാർബ്, ആർണിക്ക, മാക്കാർബ്. നോസ് ബ്ലീഡ് വെൻ വാഷിംഗ് ദ ഫേസ്. നോസ് ബ്ലീഡ് വെൻ വാഷിംഗ് ദ ഫേസ് ഇൻ മോർണിംഗ് എന്ന് പറയുമ്പോൾ കാലിക്കാർബ്, അമോണിയം കാർബ്, ആർണിക്ക. Headache as if brain were torn or dashed to pieces, worse in open air. Ipecac. Coffee. A person or children who became sick on taking milk. Milk medicine.
ഇന്നത്തെ മിൽക്ക് മെഡിസിൻ ലാക് ഡിഫ്ലറേറ്റ്. ഡിഫ്ലറേറ്റ്. പേഴ്സൺ ഓർ ചിൽഡ്രൻ ഹു ബിക്കം സിക്ക് ഓൺ ടേക്കിംഗ് മിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാക് ഡിഫ്ലറേറ്റ്. ടൂത്ത് ഏക്ക് ഓൺലി വെൻ ഈറ്റിംഗ്, ത്രോബിംഗ്, അഗ്രവേഷൻ വെൻ ടച്ച്ഡ് ബൈ എനിത്തിങ് വാം ഓർ കോൾഡ്. കാലിക്കാർബ്. കാലിക്കാർബിലാണ് കേട്ടോ. വാമും കോൾഡും രണ്ടും തട്ടിയ പ്രശ്നം വരുന്നത് കാലിക്കാർബിലാണ്. ഹെഡേക്ക് ഫ്രം ഓവർ മെന്റൽ എക്സേർഷൻ, ഹെഡേക്ക് ഫ്രം തിങ്കിങ് ടോക്കിംഗ് വൺ സൈഡഡ് ആണ്, ആസ് ഇഫ് നെയിൽ വെർ ഡ്രിവൺ ഇൻ ടു ബ്രെയിൻ. കോഫിയ. കോഫിയ. Nail were driven. Axomica. Lascivious thought in older man with enlarged prostate. നമ്മൾ വിചാരിക്കാവുന്ന ഒരു മെഡിസിൻ ആണ്. കാർഡിയാക് മെഡിസിൻ, നമ്മുടെ ഡിജിറ്റാലിസ് ആണ് ഇതിന്റെ ആൻസർ. ലസീവിയസ് തോട്ട്സ് ഇൻ ഓൾഡ് മാൻ വിത്ത് എൻലാർജ്ഡ് പ്രോസ്റ്റേറ്റ്, ഡിജിറ്റാലിസ്. ഗാസ്ട്രിക് ഡിസോർഡർ ഫ്രം ഐസ് വാട്ടർ, കാലിക്കാർബാണ്. Gastric disorders from ice water, കാലിക്കാർബാണ്. Sleepless, wide awakened condition, impossible to close the eyes, physical excitement through mental exaltation. കോഫിയാണ്. റഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കമ്പയർ ചെയ്യാൻ. സ്ലീപ്ലെസ്നെസ് ഫ്രം റിലാപ്സിങ് യൂട്രൈൻ ഇറിറ്റേഷൻ ഡ്യൂറിങ് ക്ലൈമാക്ട്രിക് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ. A remedy for disease with faulty nutrition in Unde symptoms. Sick headache with a profuse flow of urine during pain. In a car sickness. Three symptoms. Lack deflorate. A remedy for disease with faulty nutrition. നമ്മൾ faulty nutrition സൈഷിലേക്ക് പോയേക്കാം. അതല്ല, അതിൻ്റെ കൂടെ സിക്ക് ഹെഡേക്ക് വിത്ത് പ്രൊഫ്യൂസ് ഫ്ലോ ഓഫ് യൂറിൻ ഡ്യൂറിങ് പെയിൻ. പെയിൻ്റെ സമയത്ത് യൂറിൻ ഫ്ലോ ഉണ്ട്, ബെറ്റർ ആണെന്ന് പറയുന്നില്ല. കാർ സിക്നെസ്, ആൻസർ ലാക് ഡിഫ്ലറേറ്റ്. പെയിൻ ഫ്രം ഹിപ്പ് ടു നീ, പെയിൻ ഇൻ നീസ്. അങ്ങനെ ഒരു സിംറ്റം വരില്ല. കാലിക്കാർബിലെ സിംറ്റം ആണ് കേട്ടത്. പെയിൻ ഫ്രം ഹിപ്പ് ടു നീ, ഹിപ്പിന് നീയിലേക്ക് വേദന ഉണ്ടാവും, നീസിലെ വേദന കാലിക്കാർബ്. Pains are felt intensely, seems almost insupportable, driving the patient to despair. കോഫിയ. Chamomilla and aconite. Aconite, chamomilla, coffee. Hissing in ear like boiling water, vein distended on ears. Coffee. Boiling water, digitalis ആണ്. veins distended on ears. Hissing in ear like boiling water എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിജിറ്റാലിസിലാണ്. Ailment from bad effect of sudden emotion, pleasurable surprises. Coffee. Caustic, exciting or bad news, jealousy. Okay. Weep, our keynote symptoms are weeping from delight, alternate laughing and weeping. Coffee. The symptoms of coffee kana weeping from delight, alternate laughing and weeping. Skin burning as from mustard plaster. Burning as from mustard plaster. Calicarb symptom. Burning as from mustard plaster, calicarb. Okay, skin nilla. Dropsy from organic heart diseases, from chronic liver complaints, for advanced albuminuria, following intermittent fever, obesity, and fatty degeneration. Digitalis alla. Lack deflorated ആണ്. Dropsy ഉണ്ട്, organic heart diseases ഉണ്ട്, chronic liver diseases ഉണ്ട്, ഈവൻ കിഡ്നിയിലും പ്രശ്നമുണ്ട്, അഡ്വാൻസ്ഡ് ആൽബുമിനുറിയ ആണ്, ഫീവർ ഉണ്ട്, ഒബേസിറ്റി ഉണ്ട്, ഫാറ്റി ഡീജനറേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ലാക് ഡിഫ്ലറേറ്റ് ആണ്. ഓക്കെ. Unusual activity of mind and body, full of ideas, quick to act, no sleep on this account. Coffee. Wake about 2 o'clock and cannot sleep again. കോഫിയ. കോഫിക്ക് ഡോട്ട്സ് ഓഫ് ചെറുങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ചെറിയ ഉറക്കം ഉണ്ടാവും, ഡോസ് ഏറ്റവും അങ്ങനത്തെ. ഇത് കാലിക്കാർബാണ്. Wake about 2 o'clock and cannot sleep again, കാലിക്കാർബ്. Sensation as if heart would stop beating if she moved. നേരെ ഓപ്പോസിറ്റ്, ജൽസീമിയ. ഓക്കെ. As if it would ceases anyway. എങ്ങനെയായാലും കുറയും. ലൊബീലിയാണ് കേട്ടോ. അതായത് സെൻസേഷൻ ഹാർട്സ് ടു
heart stop beating if she moved digital is not keeping on moving ആണെങ്കിൽ ജെൽസീമിയം എങ്ങനെയായാലും ആസ് എഫ് ഇറ്റ് വുഡ് സീസസ് എനിവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊബീലിയ ഓർത്ത് വയ്ക്കുക. ബാക്കി രണ്ടും നിങ്ങൾക്ക് അറിയണ്ടോ. Oversensitivity, all the senses, more acute, sight, hearing, smell, taste, touch. Coffee. കോഫിയാണ് അതിൻ്റെ കൂടെ ബെലഡോണയും കെമോമിലും ഓപ്പിയം കമ്പയർ ചെയ്തിട്ടുണ്ട്. ഓവർ സെൻസിറ്റീവ്നെസ് ബെലഡോണ, കെമോമില, ഓപ്പിയം. ഓക്കെ. Follow next often in stomach and bladder troubles. Dash medicine. Dash medicine follows next often in stomach and bladder troubles. കാലിക്കാർബാണ്. follow next omica often in stomach and bladder troubles എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിക്കാർബാണ്. ഓക്കെ. Tall, lean, stooping person, dark complexion, sanguine, choleric temperament. Coffee. Coffee. Okay. Do not repeat too often. Use cautiously in old gouty cases, advanced Bright's disease, and tuberculosis. Yeah. Old gouty cases, bright disease, tuberculosis, നമ്മൾ repeat ചെയ്യാൻ പാടില്ല. കാലിക്കാർബാണ്. ടി ബിയിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. ബ്രൈറ്റ് ഡിസീസ്, ഫോസ്ഫറസ് ഒക്കെ പോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസസിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കാലിക്കാർബ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തേത്.